കുമരനെല്ലൂർ ഫുട്ബോൾ കൂട്ടായ്മയുടെ ഓണാഘോഷം ഇങ്ങനെയാണ്. ഒരു വശത്ത് അവിവാഹിതർ, മറുവശത്ത് കുഞ്ഞുകുട്ടി പരാധീനക്കാർ. ഇവർ ഏറ്റുമുട്ടിയാൽ ആര് ജയിക്കും? 90 മിനിറ്റും ആർക്കും ഗോളടിക്കാനായില്ല. ഇരുവരും ഒരേപോലെ ശക്തർ. രണ്ട് ടീം നന്നായി കളിച്ച് പെണ്ണ് കെട്ടാത്തവർ, അങ്ങനെ തന്നെ പറയാം, അവിവാഹിതർ അടുത്ത വർഷം ഞങ്ങളെ കൂട്ടത്തിലേക്ക് വരേണ്ടവരാണ്. എന്നിരുന്നാലും അവർ വളരെ മനോഹരമായിട്ട് കളിച്ച്. പക്ഷേ എക്സ്ട്രാ ടൈമിൽ കളം മാറി. അവിവാഹിതർ വിവാഹിതരുടെ വല കുലുക്കി. ഏകപക്ഷീയമായ ഒരു ഗോളിന് അവിവാഹിതർ കപ്പിങ് തൂക്കി. 30 വർഷമായി ഇവിടെ ഇങ്ങനെ ഓണാഘോഷം നടക്കുന്നു. മത്സരശേഷം എല്ലാവരും ഒരുമിച്ചിരുന്ന് മധുരം കഴിച്ചാണ് വീട്ടിലേക്ക് മടങ്ങിയത്. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്. ഗോകുൽ വി എസ് ചേരുന്നുണ്ട് തത്സമയം. ഗോകുൽ, കുട്ടികളും മുതിർന്നവരും തമ്മിലുള്ള മത്സരം കണ്ടിട്ടുണ്ട്, സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള മത്സരം കണ്ടിട്ടുണ്ട്. ഇതിപ്പോ അവിവാഹിതരും വിവാഹിതരും തമ്മിലുള്ള ഒരു മത്സരം എന്നുള്ള ഒരു ആശയത്തിലേക്ക് എങ്ങനെയാണ് എത്തിയത്? എന്തായാലും ബാച്ചിലേഴ്സ് അങ്ങ് ജയിച്ചു കാണിച്ചു അല്ലേ? നല്ല വാശിയുള്ള മത്സരമാണ് കുമരനെല്ലൂർ നടന്നത്. ഏതായാലും 90 മിനിറ്റ് അവിവാഹിതർക്കും വിവാഹിതർക്കും ആർക്കും ഗോളടിക്കാൻ കഴിയില്ല. എക്സ്ട്രാ ടൈമിൽ ഇങ്ങനെ ഒരു ഗോളടിച്ച അവിവാഹിതർ ജയിച്ചു. പല കാര്യങ്ങളിലും അവിവാഹിതരും മിടുക്കരാന്ന് കാണിക്കുന്ന ചില കാര്യങ്ങളാണ് കേട്ടോ. ഈ ഗോൾ നല്ല കളിക്കളത്തിലൊക്കെ നല്ല മെയ് വഴക്കത്തോടെ അവർ പന്ത് കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. വിവാഹിതരും കൊണ്ടുപോയി, ആരും മോശമായിരുന്നില്ല. പക്ഷെ അവസാനം ചെറിയൊരു എഡ്ജിൽ അവിവാഹിതർ ജയിച്ചു. അപ്പോൾ ഇത് കുമരനെല്ലൂരിൽ ഇത് ഫുട്ബോൾ കൂട്ടായ്മ സ്ഥിരം 30 വർഷമായിട്ട് നടത്തി വരുന്ന മത്സരമാണ്. അവിവാഹിതരും വിവാഹിതരും തമ്മിൽ ഏറ്റുമുട്ടും. ആരാണ് കൂടുതൽ ശക്തരെന്നറിയാൻ. ഇപ്പോൾ നമ്മൾ പല സ്ഥലത്തും ഈ അവിവാഹിതരും വിവാഹിതരും തമ്മിലുള്ള ഫൈറ്റ് ഉണ്ടല്ലോ. നമ്മൾ ആരാണ് നല്ലത്, മികച്ചത് എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നുണ്ടാവില്ല. അപ്പോൾ പലരും കല്യാണം കഴിക്കാനൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ പലരും പറയും അങ്ങോട്ട് പോരുത്, നാശത്തിലേക്കാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ തടുക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് പലതിലും മികച്ചത് അവിവാഹിതരാണ് അല്ലെങ്കിൽ വിവാഹിതരാണെന്നൊക്കെ പറഞ്ഞ് പല മത്സരങ്ങളും സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കാറുണ്ട്, പല കാര്യങ്ങളും നടക്കാറുണ്ട്. ഇപ്പോൾ ഫുട്ബോളിലായിട്ട് ഇനി അത് ഒഴിവാക്കേണ്ട. അങ്ങനെ ഫുട്ബോളിൽ ആ മത്സരം നടത്തി ആ മത്സരത്തിൽ പക്ഷേ ജയിച്ചത് അവിവാഹിതരാണ്. എന്തായാലും വിവാഹിതരും അവിവാഹിതരും ഏറ്റുമുട്ടി. അവിവാഹിതർ തങ്ങളാണ് താരങ്ങൾ എന്നങ്ങ് തെളിയിച്ചു കൊടുത്തു. എന്തായാലും ഗംഭീര വാശിയേറിയ മത്സരമായിരുന്നു.